നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തങ്ങളുടെ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് വിഭാഗത്തിൽ പുതിയ ഗോൾഡ് 10 ഗ്രാം ഫ്യൂച്ചേഴ്സ് കരാറുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സെബിയുടെ അംഗീകാരം ലഭിച്ചതോടെ വരാനിരിക്കുന്ന മാർച്ച് 16 മുതൽ ഈ പുതിയ ട്രേഡിംഗ് സംവിധാനം നിലവിൽ വരും. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, സാധാരണക്കാരെയും ചെറുകിട നിക്ഷേപകരെയും ഉദ്ദേശിച്ചാണ് NSE ഈ മാറ്റം കൊണ്ടുവരുന്നത്. സ്വർണത്തിന്റെ വില ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വലിയ തുക മുടക്കാതെ തന്നെ 10 ഗ്രാമിന്റെ ചെറിയ യൂണിറ്റുകളിൽ സ്വർണ്ണ വ്യാപാരം നടത്താൻ നിങ്ങളെ സഹായിക്കും. അതായത് 10 ഗ്രാം സ്വർണ്ണമാണ് ഒരു യൂണിറ്റ്. പരമാവധി 10 കിലോഗ്രാം വരെ ഓർഡർ നൽകാം. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:30 മുതൽ രാത്രി 11:30 വരെ അല്ലെങ്കിൽ 11:55 വരെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. എല്ലാ മാസത്തെയും അവസാന കലണ്ടർ ദിവസമായിരിക്കും ഈ കരാറുകളുടെ കാലാവധി അവസാനിക്കുന്നത്. ആ ദിവസം അവധിയാണെങ്കിൽ തലേ ദിവസം എക്സ്പയറി ആയി കണക്കാക്കും. ഈ കരാറുകൾ കമ്പൽസറി ഡെലിവറി അടിസ്ഥാനത്തിലുള്ളതാണ്. അതായത് കാലാവധി കഴിയുമ്പോൾ 999 പ്യൂരിറ്റി ഉള്ള 10 ഗ്രാം സ്വർണമായി തന്നെ നിങ്ങൾക്കിത് കൈപ്പറ്റാം. അഹമ്മദാബാദ് ആണ് ഇതിന്റെ പ്രധാന ഡെലിവറി സെന്റർ. അഹമ്മദാബാദിലെ സ്പോട്ട് വിലയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിന്റെ വില നിശ്ചയിക്കുന്നത്. ഇതിൽ ഇമ്പോർട്ട് ഡ്യൂട്ടിയും കസ്റ്റംസ് നികുതികളും ഉൾപ്പെടുമെങ്കിലും GST പ്രത്യേകമായി നൽകേണ്ടി വരും. ഇതുവരെ ഇന്ത്യയിലെ കമ്മോഡിറ്റി മാർക്കറ്റുകളിൽ പ്രധാനമായും MCX-ൽ സ്വർണ്ണ വ്യാപാരം വലിയ യൂണിറ്റുകളിലായിരുന്നു നടന്നിരുന്നത്. 1 ഗ്രാം, 8 ഗ്രാം, 100 ഗ്രാം, 1 കിലോഗ്രാം എന്നിങ്ങനെയാണ് സാധാരണ വാങ്ങാൻ പറ്റുക. NSE ഇപ്പോൾ കൊണ്ടുവരുന്ന 10 ഗ്രാം ഫ്യൂച്ചേഴ്സ് സ്വർണത്തിന്റെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ ചെറുകിട നിക്ഷേപകർക്ക് സ്വർണ്ണ വിപണിയിലേക്ക് പ്രവേശിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു അളവാണ്. ഓഹരി വിപണിയിൽ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് കമ്മോഡിറ്റി വിപണിയിലും വ്യാപാരം ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രോക്കർ വഴി ഒരു കമ്മോഡിറ്റി ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങണം. മിക്കവാറും എല്ലാ പ്രധാന ബ്രോക്കർമാരും ഇപ്പോൾ ഒരേ ആപ്പിൽ തന്നെ ഇക്വിറ്റിയും കമ്മോഡിറ്റിയും നൽകുന്നുണ്ട്. മാർച്ച് 16 ശേഷം നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ NSE ഗോൾഡ് 10 ഗ്രാം ഫ്യൂച്ചേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. സാധാരണ സ്റ്റോക്ക് മാർക്കറ്റ് വൈകുന്നേരം 3:30 തീരുമെങ്കിലും കമ്മോഡിറ്റി മാർക്കറ്റ് രാത്രി 11 വരെ അല്ലെങ്കിൽ 11:55 വരെ സജീവമായിട്ടുണ്ട്. സ്വർണത്തിന് സാധാരണയായി 10% മുതൽ 15% വരെയാണ് മാർജിൻ ഈടാക്കാറുള്ളത്. സ്വർണ്ണവില 10 ഗ്രാമിന് 75,000 ആണെന്ന് കരുതുക. 10 ഗ്രാമിന്റെ ഒരു ലോട്ട് വാങ്ങാൻ ഇതിന്റെ 10% 7,500 മാത്രം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായാൽ മതി. അതായത് വെറും 7,000-ഓ 8,000-ഓ രൂപയ്ക്ക് നിങ്ങൾക്ക് 10 ഗ്രാം സ്വർണത്തിന്റെ കോൺട്രാക്റ്റിൽ വ്യാപാരം തുടങ്ങാവുന്നതാണ്. നിലവിൽ ഈ പുതിയ 10 ഗ്രാം കോൺട്രാക്ട് NSE ആണ് അവതരിപ്പിക്കുന്നത്. MCX-ൽ നിലവിൽ ഗോൾഡ് മിനി, അതായത് 100 ഗ്രാം, ഗോൾഡ് പെറ്റൽ 1 ഗ്രാം എന്നിവയുണ്ട്. NSEയുടെ ഈ നീക്കം MCX-ഉമായുള്ള മത്സരത്തിന്റെ ഭാഗം കൂടിയാണ്. അതിനാൽ നിക്ഷേപകർക്ക് ഏത് എക്സ്ചേഞ്ച് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. ചെറുകിട നിക്ഷേപകർക്കുള്ള പ്രധാന നേട്ടം വലിയ തുകയില്ലാതെ തന്നെ സ്വർണ്ണ വ്യാപാരത്തിൽ പങ്കുചേരാമെന്നുള്ളതാണ്. NSE വഴി വാങ്ങുന്നതിനാൽ സ്വർണത്തിന്റെ പരിശുദ്ധിയിൽ ആശങ്ക വേണ്ട. 999 പ്യൂരിറ്റി ഉറപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പണമായി ലാഭം എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കാലാവധി കഴിയുമ്പോൾ 10 ഗ്രാം സ്വർണമായി തന്നെ ഡെലിവറി എടുക്കാം. ജ്വല്ലറികളുടെ പണിക്കൂലിയോ മറ്റ് ചാർജുകളോ ഇല്ലാതെ വിപണി വിലയിൽ നേരിട്ട് വാങ്ങാവുന്നതുമാണ്. ഇനി നികുതിയുടെ കാര്യം കൂടെ മനസ്സിലാക്കാം. കമ്മോഡിറ്റി ട്രേഡിംഗിലെ നികുതി 2 രീതിയിലാണ്, STTയും ഒപ്പം CTTയും. ട്രേഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ശതമാനം കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് നൽകേണ്ടതുണ്ട്. ട്രേഡിംഗിലൂടെ ഉണ്ടാക്കുന്ന ലാഭം ബിസിനസ് ഇൻകം അല്ലെങ്കിൽ നോൺ സ്പെക്കുലേറ്റീവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ മൊത്തം വരുമാനത്തിനോടൊപ്പം തന്നെ ഇത് ചേർക്കുകയും സ്ലാബ് നിരക്കനുസരിച്ച് ടാക്സ് നൽകുകയും വേണം. നിങ്ങൾ സ്വർണം ഫിസിക്കലായി ഡെലിവറി എടുക്കുകയാണെങ്കിൽ മാത്രം 3% GST അധികമായി നൽകേണ്ടി വരും. ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതിനേക്കാൾ സുതാര്യവും ലാഭകരവുമായ ഒരു രീതിയാണിത്. കമ്മോഡിറ്റി ട്രേഡേഴ്സിന് ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്തയും NSE പുറത്തുവിട്ടിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഫ്യൂച്ചേഴ്സ് മാർജിന് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വർണത്തിന് നൽകിയിരുന്ന 3% അധിക മാർജിനും വെള്ളിക്ക് നൽകിയിരുന്ന 7% അധിക മാർജിനും എക്സ്ചേഞ്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഫെബ്രുവരി 19 മുതൽക്ക് തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. നേരത്തെ സ്വർണത്തിനും വെള്ളിക്കും യഥാർത്ഥ മാർജിന് പുറമെ ഒരു അധിക മാർജിൻ അഥവാ അഡീഷണൽ മാർജിൻ കൂടി ട്രേഡേഴ്സ് നൽകേണ്ടി വന്നിരുന്നു. സ്വർണത്തിന് 3%, വെള്ളിക്ക് 7%. ഇപ്പോൾ ഈ അധിക മാർജിൻ ഒഴിവാക്കിയതോടെ ട്രേഡിംഗിന് ആവശ്യമായ ആകെ പണം കുറഞ്ഞു എന്ന് സാരം. 10 ഗ്രാം സ്വർണത്തിന് വില 75,000 രൂപയാണെന്ന് ഇരിക്കട്ടെ. പഴയ നിയമപ്രകാരം 10% മാർജിനും 3% അധിക മാർജിനും ചേർത്ത് മൊത്തം 13% അഥവാ 9,750 രൂപ നൽകണമായിരുന്നു. പുതിയ ഇളവ് വന്നതോടെ അധിക മാർജിനായ 3% ഒഴിവാക്കി വെറും 10% അഥവാ 7,500 രൂപ മാത്രം നൽകിയാൽ മതി. അതായത് പുതിയ 10 ഗ്രാം സ്വർണ്ണ ഫ്യൂച്ചേഴ്സ് മാർച്ച് 16 തുടങ്ങുമ്പോൾ ഈ അളവ്
ഇളവ് കൂടി നിലവിലുള്ളതിനാൽ വളരെ കുറഞ്ഞ തുകയ്ക്ക് സാധാരണക്കാർക്ക് ട്രേഡിംഗ് തുടങ്ങാൻ സാധിക്കും. ഇത് ലിക്വിഡിറ്റി വർദ്ധിക്കാൻ സഹായിക്കുന്നു. മാർജിൻ കുറയുമ്പോൾ കൂടുതൽ ആളുകൾ വിപണിയിലേക്ക് വരും. സ്വർണത്തിന് ഇളവ് നൽകിയത് വഴി നിക്ഷേപകരെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് ആകർഷിക്കാനാണ് NSE ശ്രമിക്കുന്നത്. സ്വർണ്ണവില കുതിച്ചുയരുന്ന സമയത്ത് മാർജിൻ തുക വർദ്ധിക്കുന്നത് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. 3% ഈ കുറവ് വലിയ തുകയ്ക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് ലക്ഷങ്ങളുടെ ലാഭം നൽകും. ചുരുക്കത്തിൽ സ്വർണ്ണ വിപണിയിൽ കൂടുതൽ സുതാര്യതയും സാധാരണക്കാർക്ക് എളുപ്പത്തിൽ പങ്കെടുക്കാനുള്ള അവസരവുമാണ് NSE ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചെറിയ അളവിൽ സ്വർണം ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് 16 മുതൽ ഇതൊരു മികച്ച അവസരമായിരിക്കും.